അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്ന് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിലെ വെള്ളവും ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ആണ്. ഈ ഗ്ലാസിന്റെ അളവിലാണ് 3 ഗ്ലാസ് പച്ചരി അളന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ 3 ഗ്ലാസ് പച്ചരി ഇതാ അളന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് വെറും സാധാരണ നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന അല്ലെങ്കിൽ റേഷൻ കടകളിൽ നിന്നും വാങ്ങുന്ന പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇടിയപ്പം അപ്പത്തിനൊക്കെ എടുക്കുന്ന പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഉഴുന്നാണ്. നമ്മൾ എടുത്ത അതേ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ 1/2 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് പച്ചരിക്ക് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/2 ഗ്ലാസ് ഉഴുന്നാണ്. സാധാരണ നമ്മൾ ദോശമാവും അല്ലെങ്കിൽ ഇഡലി മാവും ഒക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 3 ഗ്ലാസ് പച്ചരിക്ക് നമ്മൾ 1.5 ഗ്ലാസ്സിൽ കൂടുതലും നമ്മൾ ഉഴുന്നെടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും ദോശയൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇന്ന് നമ്മുടെ വീട്ടിൽ വളരെ കുറച്ച് ഉഴുന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉഴുന്നേ ഉള്ളൂ എങ്കിലും നമുക്ക് നല്ല സോപ്പ് പത പോലെ പതഞ്ഞു പൊങ്ങുന്ന 5 ലിറ്റർ മാവ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നുള്ള വീഡിയോ ആണ്. കൂടാതെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ 4 ടിപ്പുകളും ഉണ്ട്. ഈ ടിപ്പുകൾ ഉപയോഗിച്ച് 3 ഗ്ലാസ് പച്ചരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന് വെച്ചിട്ട് നല്ല പതഞ്ഞു പൊങ്ങുന്ന ഇഡലിക്കും ദോശയ്ക്കും പറ്റിയ മാവ് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ പച്ചരി അളന്നെടുത്ത അതേ ഗ്ലാസ്സാണ് ഇത് എടുത്തിട്ടുള്ളത്. ആ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഈ 1/2 ഗ്ലാസ് ഉഴുന്ന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചേ ഉള്ളൂ, 1/2 ഗ്ലാസ്സേ എടുത്തിട്ടുള്ളൂ. സ്പ്ലിറ്റ് ചെയ്ത ഉഴുന്നല്ല, മുഴുവൻ ഉഴുന്നാണ്. നല്ല ഉഴുന്ന് നോക്കി വാങ്ങാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ 1/2 ഗ്ലാസ് ഉഴുന്നല്ലേ നമ്മൾ എടുക്കുന്നത്. ഇനി ഉഴുന്നിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ്. 1 ടീസ്പൂൺ ഉലുവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉലുവയും കൂടെ ചേർക്കുമ്പോഴാണ് നല്ലതുപോലെ പതഞ്ഞു പൊങ്ങുന്നത് ദോശ മാവായാലും ഇഡ്ഡലി മാവായാലും. ഈ അരിയും ഉഴുന്നും ഒക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ അരി 4-5 വെള്ളം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ്. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വയ്ക്കാം. ഉഴുന്നും ഉലുവയും 4-5 വെള്ളം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കാം. ഉഴുന്ന് കുതിർക്കാൻ വെക്കുമ്പോൾ കുറച്ചധികം വെള്ളം വയ്ക്കുക. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഈ ഉഴുന്നിൻ്റെ വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ ഈ മാവ് അരച്ചെടുക്കുന്നത്. നമ്മൾ എടുത്ത ബൗളിൻ്റെ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി മൂടി വെച്ച് കൊടുക്കാം. ഇത് രണ്ടും നമ്മൾ പുറത്ത് വെച്ചല്ല കുതിർക്കാൻ വെക്കുന്നത്, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കുതിർക്കാൻ വെക്കുന്നത്. ഫ്രീസറിലൊന്നും വെക്കരുത്, ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഫ്രിഡ്ജിൽ നമുക്ക് 6-7 മണിക്കൂർ വെക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെയാണോ പുറത്ത് വെച്ച് കുതിർക്കാൻ അരിയും ഉഴുന്നും വെക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കുതിർന്ന് കിട്ടും. ഇപ്പം നമ്മൾ അരിയും ഉഴുന്നും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുതിർക്കാൻ വെച്ചിട്ട് ഒരു 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത്. നമ്മൾ ഫ്രിഡ്ജിൽ അരിയും ഉഴുന്നും കുതിർക്കാൻ വെക്കുന്നതാണ് ഒന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, പലർക്കും സംശയം ഉണ്ടാവും ഈ അരിയൊക്കെ കുതിർന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉഴുന്നും കുതിർന്ന് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമ്മൾ പുറത്ത് വെച്ചിരിക്കുന്നത് പോലെ തന്നെ കുതിർന്ന് വീർത്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അതുപോലെ തന്നെ അരിയായാലും ഉഴുന്നായാലും നമ്മൾ അരച്ചെടുക്കാൻ താമസിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് പതഞ്ഞ് പൊങ്ങിയിട്ട് വല്ലാത്തൊരു സ്മെല്ലായിട്ട് മാറും. അപ്പം അത് വല്ലാത്തൊരു ടേസ്റ്റായി പോവും. ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഈ മാവ് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരച്ചെടുക്കുന്നത് കൊണ്ട് ഇത് നല്ല സോഫ്റ്റായി തീരുകയും ചെയ്യും. അതുപോലെ തന്നെ അധികം പുളിപ്പില്ലാതെ നല്ല ടേസ്റ്റിൽ കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ അരി അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഉഴുന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഉഴുന്നും അരിയും ഒക്കെ അരച്ചെടുക്കുന്നത്. രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ ഉഴുന്ന് വെള്ളത്തിലിട്ട സമയത്ത് കുറച്ചധികം വെള്ളം എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ, നമ്മൾ അരി അളന്നെടുത്ത ഗ്ലാസ്സിൽ നമ്മൾ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഉഴുന്നും അരിയും ഒക്കെ അരച്ചെടുക്കുന്നത്.
അപ്പോൾ ഉഴുന്ന് മുഴുവൻ മിക്സിയുടെ ജാറിലേക്ക് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉഴുന്ന് കുതിർത്ത വെള്ളത്തിൽ നിന്നും കുറച്ച് വെള്ളം ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഉഴുന്നിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പം നല്ലോണം ഇതാ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, നന്നായിട്ട് ഇതാ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്സി ഒട്ടും തന്നെ ചൂടാവില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തണുത്ത വെള്ളത്തിലാണ് നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. മാത്രമല്ല ഉഴുന്ന് നല്ല തണുത്തിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ മിക്സി ചൂടാവില്ല. ഇപ്പം നമ്മൾ കുറച്ച് ഉഴുന്നല്ലേ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് സ്വർണ്ണം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് അടുത്ത ടിപ്പാണ്, ഇതുപോലെ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മാവ് സോഫ്റ്റായിട്ട് മാറും. ഈ ഉഴുന്ന് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് ഈ ഉഴുന്ന് മാറും. എല്ലാം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് എല്ലാം കൂടിയിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചും കൂടെ ഫ്ലഫി ആയിട്ട് ഉഴുന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അരച്ചെടുത്ത ഉഴുന്ന് അരഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉഴുന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ താഴ്ന്നു പോകാതെ പൊങ്ങി തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഉഴുന്ന് നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ടെന്ന്. ഇട്ടുകൊടുത്ത ഉഴുന്ന് വെള്ളത്തിൽ നിന്നങ്ങ് മാറ്റാം. അടുത്ത ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ അടിച്ചെടുത്ത ഉഴുന്ന് കുക്കറിലാണ് നമ്മൾ ഒഴിച്ചു വെക്കുന്നത്. അരച്ചെടുത്ത ഉഴുന്ന് മുഴുവനും കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉഴുന്ന് അരച്ച് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അരി അരച്ചെടുക്കുന്നതിനും നമ്മൾ എടുക്കുന്ന വെള്ളം ഉഴുന്ന് കുതിർക്കാൻ വെച്ച വെള്ളമാണ്. 2 ബാച്ചായിട്ടാണ് ഞാൻ അരി അരച്ചെടുക്കാൻ പോകുന്നത്. ഒറ്റ ബാച്ചായിട്ട് എന്തായാലും അരയ്ക്കാൻ പറ്റില്ല. മിക്സിയുടെ ജാറിൻ്റെ അരഭാഗത്തോളം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉഴുന്ന് കുതിർത്ത വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കണ്ട. അപ്പോൾ വെള്ളം ഒരുപാട് ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മിക്സി ചൂടായി പോവുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി. നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരിയും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത അരി ഈ ഉഴുന്നിൻ്റെ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള അരിയും കൂടി ഈ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് അരിയും ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരി അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1 കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വെള്ള അരിയുടെ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ആവിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് വേണം ആവിൽ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ബാക്കിയുള്ള വെള്ളം മുഴുവനും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറവായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഐസ് ക്യൂബ്സോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ച് അരിയും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത അരി കുക്കറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അരിയും ഉഴുന്നും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ അരിയും ഉഴുന്നൊക്കെ അരച്ചെടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഇരുന്നാൽ മാത്രമേ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി കിട്ടുള്ളൂ. പെട്ടെന്ന് മാവ് പൊങ്ങി നല്ല സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചപ്പാത്തി പരത്തുന്ന റോളർ എടുത്തിട്ടുണ്ട്. ആയിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റെങ്കിലും ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ സാധാരണ കൈവച്ച് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ മാവ് നല്ലോണം പൊങ്ങിക്കിട്ടും. അപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടെ പെട്ടെന്ന് മാവ് നല്ല സോഫ്റ്റായിട്ട് പൊങ്ങിക്കിട്ടുന്നതിന് ഈ ചപ്പാത്തി റോളർ വെച്ച് നമ്മളിതുപോലെ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാവ് സോഫ്റ്റായിട്ട് പൊങ്ങിക്കിട്ടും. ഇപ്പം ഒരു 2-3 മിനിറ്റെങ്കിലും ഇളക്കി കൊടുക്കുക. എത്രത്തോളം സമയം ചെയ്യുന്നവോ അത്രയും സമയം കൊണ്ട് മാവ് നന്നായിട്ട് പൊങ്ങി വരും. നല്ലപോലെ എയർ ബബിൾസ് ഫോം ചെയ്യുകയും ഫെർമെൻറ്റേഷന് നല്ലതുപോലെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് 2-3 മിനിറ്റ്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ കുറച്ചധികമല്ലേ നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ളത്. ആവശ്യത്തിന് മാത്രം നമ്മൾ എടുക്കുന്ന സമയത്ത്, നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് മാത്രം ആവശ്യത്തിന് മാവ് എടുത്തിട്ട് അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാവ് ഇല്ലാതായി പോവും.
അപ്പോൾ നിങ്ങൾ ഒരു ദിവസത്തേക്കാണ് മാവ് തയ്യാറാക്കുന്നതെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർത്ത് വെക്കാം. ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഇത് കുക്കർ മൂടി വെച്ചിട്ട്, ഇപ്പോൾ കുക്കറിൽ നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ചും കൂടെ നല്ലോണം പെട്ടെന്ന് മാവ് പൊങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കുക്കർ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പാത്രം എടുത്താലും മതി. പതഞ്ഞ് പൊങ്ങുന്നതിന് വേണ്ടിയിട്ട് ഓവർനൈറ്റ് വെക്കാം. കുക്കർ മൂടി കൊടുക്കും. അപ്പോൾ കുക്കർ മൂടി കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ തലേ ദിവസം നമ്മൾ മാവ് അരച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ആയി. ഇനി കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നമ്മൾ കുക്കറിൽ മാവ് തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം കഴിഞ്ഞാലും മാവ് അധികം പുളിച്ച് പൊങ്ങി പുറത്തേക്ക് ചാടാതെ മാവിലുള്ള എയർ ബബിൾസിനെ കുക്കർ ലോക്ക് ചെയ്ത് വെക്കും. കൂടാതെ നമ്മൾ തയ്യാറാക്കിയ ദോശമാവ് നല്ല സോപ്പ് പത പോലെ പൊങ്ങിയിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വെറും 1/2 ഗ്ലാസ് ഉഴുന്നുകൊണ്ട് കണ്ടില്ലേ സോപ്പ് പത പോലെ പതഞ്ഞു പൊങ്ങുന്ന മാവ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ദോശമാവ് വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി, ദോശ, പേപ്പർ ദോശയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിൽ നല്ല പതഞ്ഞു പൊങ്ങിയ ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ പാത്രത്തിൽ മാവ് തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം കഴിഞ്ഞാൽ മാവ് പുളിച്ച് പൊങ്ങി പുറത്തേക്ക് ചാടും. കുക്കർ ആകുമ്പോൾ അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ബാക്കി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. മാവ് ഒരു ബൗളിലേക്ക് എടുക്കാം. ഇപ്പം ഞാൻ ഇന്നത്തെ ആവശ്യത്തിനുള്ള മാവ് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി മാവൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ഇഡ്ഡലി, ദോശ, പേപ്പർ ദോശയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ റെഡിയാക്കി എടുത്ത മാവ് ആദ്യം നമുക്ക് ഇഡ്ഡലി റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു കടായിൽ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇപ്പം ഞാൻ ഇഡ്ഡലി തട്ടിൻ്റെ മുകളിലായിട്ട് ഒരു കോട്ടൺ തുണി വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് ഹോളുള്ള ഇഡ്ഡലി തട്ടായതുകൊണ്ടാണ് ഞാൻ തുണി വെച്ച് കൊടുത്തിട്ടുള്ളത്. അല്ലാത്ത ഇഡ്ഡലി തട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തടവിന് ശേഷം ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ഇതുപോലെ മാവൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. തുണിയൊന്ന് നനച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഓരോ കുഴികളിലും ഓരോ സ്പൂൺ മാവ് വീതം ഒഴിച്ചു കൊടുക്കുക. എല്ലാ കുഴികളിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇതൊന്ന് ആവിയേറ്റ് വേവിച്ചെടുക്കാം. ഇഡ്ഡലി വേവുന്ന സമയം കൊണ്ട് നമുക്ക് തട്ട് ദോശയും പേപ്പർ ദോശയും തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് പേപ്പർ ദോശ തയ്യാറാക്കി എടുക്കാം. ചൂടായി കിടക്കുന്ന തവയിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് പരത്തി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. എത്രത്തോളം കനം കുറയ്ക്കാൻ പറ്റുന്നോ അത്രത്തോളം കനം കുറച്ച് പരത്തിയെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇപ്പം നമ്മുടെ പേപ്പർ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് തട്ട് ദോശ എങ്ങനെ ഈ മാവ് വെച്ച് റെഡിയാക്കി എടുക്കാൻ നോക്കാം. 1 സ്പൂൺ മാവ് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ നിറച്ചും ഹോൾസ് ഒക്കെ ഇതാ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ നെയ്യും എണ്ണയൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ വശം ഒന്ന് വെന്ത് വരട്ടെ. നമ്മുടെ തട്ട് ദോശ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇഡ്ഡലി വേവിക്കാൻ വെച്ചിട്ട് 10 മിനിറ്റായി. ഇനി നമുക്ക് തുറന്ന് നോക്കാം.
കണ്ടില്ലേ, ഇഡ്ഡലിയൊക്കെ നല്ലോണം വെന്ത് സൂപ്പറായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മൾ ഈ തുണി വെച്ചിരിക്കുന്നത് കൊണ്ട് തുണിയിൽ നിന്ന് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം, പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ ഇളക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇളക്കിയെടുത്താൽ മതിയാകും. ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ ചൂട് മാറിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വെറും 1/2 ഗ്ലാസ് ഉഴുന്ന് വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പേപ്പർ ദോശ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇഡ്ഡലിയും ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ കണ്ടില്ല, നല്ല പഞ്ഞി കെട്ട് പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തട്ട് ദോശയും ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്